നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുതന്നെയാ ഇവിടെയും സംഭവിച്ചത്. അവളൊരുത്തിയുടെ കയ്യിലിരിപ്പുണ്ട് ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളകി. ഇങ്ങനൊന്നും വെട്ടി തുറന്നു പറയല്ലേ മുത്തശ്ശ. അവൾ എങ്ങനെ കേട്ട തകർന്നു പോവും. അവളുടെ കയ്യില് കുഴപ്പങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൾ എന്റെ അനിയത്തിയല്ലേ, എന്റെ അമ്മയുടെ തന്നെ ചോരയല്ലേ. മുത്തശ്ശൻ നേരത്തെ പറഞ്ഞ അതേ ചങ്ങലയിലെ കണ്ണിയല്ലേ അവളും. അവളെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ മുത്തശ്ശ? പൊന്നു കായ്ക്കുന്ന മരമായാലും ഒരയ്ക്കുമീതെ വളർന്നാൽ അത് വെട്ടിക്കളയണം. അല്ലെങ്കിൽ ആ മരം വീണ് നമ്മളെല്ലാരും ചാവും. ഇപ്പൊ പറ്റിയതുപോലെ. ബാംഗ്ലൂരിൽ അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ആ വിവേക് എന്ന് പറയുന്ന സാമൂഹ്യദ്രോഹിയുമായിട്ടുള്ള അവളുടെ വഴിവിട്ട ബന്ധങ്ങളാണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവനോട് അവൾ അടുത്തത്. പിന്നെ അവൻ അതിന്റെ കച്ചവടക്കാരനാണെന്ന് അറിഞ്ഞപ്പോ അവളുടെ പ്രേമം പിന്നെയും കൂടി. കുടുംബത്തിലെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ? ഏതു വഴിവിട്ട ബന്ധവും ഒടുക്കം ചെന്നെത്തുന്നത് ഒരു വലിയ ദുരന്തത്തിലായിരിക്കുമെന്ന് ഇവളെന്താ മനസ്സിലാക്കാത്തത്? ജീവിതം ആഘോഷിക്കാൻ മാത്രമുള്ളതാണെന്ന് കരുതുന്ന ഈ കുട്ടികൾക്കൊന്നും ചില ദുരന്തങ്ങൾ തലയിൽ കയറുമ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ദിവസവും പത്രത്തിലും TV ന്യൂസിലും ഒക്കെ നമ്മൾ എത്ര തവണ കാണുന്നതാ ഇതൊക്കെ. വഴിതെറ്റിയതൊക്കെ നേരെയാക്കാൻ പാടാ മോളെ. ഇപ്പൊ സംഭവിച്ചതുപോലെ കുടുംബത്തിന്റെ അടിത്തറ ഇളകിപ്പോവും. നീയും ഞാനും ചങ്കിൽ തീയുമായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നില്ലേ?